നമ്മുടെ ആദ്യത്തെ പാഠം ബീർ ബഹുടി. ബീർ ബഹുടി ഒരു കഹാനിയാണ്. കഹാനികാരൻ്റെ പേര് പ്രഭാത് എന്നാണ്. ഈ കഥയിലൂടെ പ്രഭാത് എന്ന കഥാകൃത്ത് നമ്മളോട് പറയുന്നത് രണ്ട് സ്കൂൾ കുട്ടികളുടെ സൗഹൃദത്തിൻ്റെയും അവരുടെ ചില ബീർ ബഹുടിയെ തിരഞ്ഞു പോകുന്ന ചില പ്രത്യേകതരമായ സാഹചര്യങ്ങളുടെയും കഥകളാണ് നമ്മളോട് കഥാകൃത്ത് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ സൗഹൃദവും അവരുടെ സ്നേഹവും കളിയും ഒക്കെ ഇതിലൂടെ നമുക്ക് കഥാകൃത്ത് പങ്കുവെച്ച് തരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുസ്തകത്തിലേക്ക് കടക്കാം. ബാദൽ ബഹുത്ത് ബർസ് ലിയേ ഥേ. മേഘം വളരെ വലിയ മഴയായി പെയ്യുന്നു. ഫിർഫി ബഹുത്ത് സാരാ പാനി ഉന്മേം ബജാ ഹുവാ ഥേ. എന്നാൽ അതിൽ നിന്ന് മുഴുവൻ ജലവും ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. വേ ഖേത്തോം ജംഗലോങ്കെ ഊപ്പർ ഛായേ ഹുയേ ഥേ. വയലുകളിലും വനങ്ങളിലും ഒക്കെ അത് പെയ്തുകൊണ്ടിരിക്കുന്നു. സാരാ ആകാശ് മേഘോമേം ഭരാധ. ആകാശം മുഴുവൻ മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മേഘോങ്കി ഛായാവോമേം ഗീലി ഹവായേം ഇധർ ഉധർ ധൂം രഹി ഥി. മേഘങ്ങൾക്ക് താഴെ നനഞ്ഞ കാറ്റ്, തണുത്ത കാറ്റ് അവിടെയായി ചുറ്റിയടിച്ചുകൊണ്ടിരിക്കുന്നു. പേടോങ്കെ തനി അഭീഭി ഗീലേ ഥി. വൃക്ഷങ്ങളുടെ തടികൾ വരെ നനഞ്ഞ് ഇരിക്കുകയാണ്. മൂങ് ഫലിയോങ്കെ ഹരേ ഖേത്തോമേം പീലേ ഭൂൽ അഭീഭി ഗീലേ ഥി. നിലക്കടലയുടെ പച്ചപ്പ് നിറഞ്ഞ തോട്ടങ്ങളിൽ, വയലുകളിൽ അതിൻ്റെ മഞ്ഞപ്പൂക്കളിൽ പോലും വെള്ളത്തുള്ളികൾ പറ്റി നനഞ്ഞിരിക്കുന്നു. ഖേത്തോമേം ഛോട്ടാ ഛോട്ടാ ബാജ്റ ഉഗാധ. വയലുകളിൽ ചെറിയ ചെറിയ ധാന്യച്ചെടികൾ കിളിർത്തു നിൽക്കുന്നു. ബാജ്റേക്കെ ലെമ്പേ പതലെ പാത്തോമേം പാനീക്കി ബൂന്തേം അട്കി ഹുയി ഥേ. ആ ധാന്യച്ചെടികളുടെ നീളമുള്ള ഇലകളുടെ അറ്റത്തും വെള്ളത്തുള്ളികൾ ഇങ്ങനെ പറ്റി നിൽക്കുന്നത് കാണാം. ബാരിഷ് കി ഹവാമേം ഗീലേ ഖേത്തോം ഔർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ധൂളി ഹുയി ഥി. മഴയിൽ ആ കാറ്റിലും നനഞ്ഞ വയലുകളിലും പച്ചപ്പ് നിറഞ്ഞ വയലുകളിലുമൊക്കെ മഴയുടെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നു. ഉനേം ബീർ ബഹുഡിയോം സേ മിൽത്താ ഹോത്താ ഹെ. അവർ ബീർ ബഹുഡിയെ എടുക്കാൻ പോയി, അതായത് നമ്മുടെ കുട്ടികൾ. സോ വേ സ്കൂൾ കെ ലിയേ ഘർ സേ കുച്ച് സമയ പഹ്ലെ നിഹൽ ആത്തേ ഥേ. അതുകൊണ്ട് തന്നെ അവർ സ്കൂളിലേക്ക് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി. കസ്ബേ സേ സഡേ ഇൻ ഖേത്തോമേം ബീർ ബഹുഡിയാം ഖോജ കർത്തേ ഥേ. തെരുവിലൂടെ വരുന്ന വഴിയിൽ വയലുകളിലൊക്കെ ബീർ ബഹുഡിയെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. സൂർക്ക് മുലായം ഗദ്ബദി ബീർ ബഹുഡിയാം. സുന്ദരിയായ സൗന്ദര്യമുള്ള നല്ല ബീർ ബഹുഡിയ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേം. ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രക്തത്തുള്ളികൾ പോലെ തോന്നുന്ന ബീർ ബഹുഡികൾ. ഉൻകെ ബസ്തേ ഉൻകി പീഡ് പർ ലധേ ഹോത്തേ ഥേ. അവരുടെ സ്കൂൾ ബാഗുകൾ അവരുടെ പുറത്തു തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഖന്തോംബർ ഢങ്കെ ഹോത്തേ ഹെ. തോളിലൂടെ കെട്ടി പുറത്തേക്ക് ഇട്ടിരിക്കുന്നു. വേ ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്തീഹ് രഹ്കർ ബൽക്കി കഹിനാ ചാഹിയെ ബിൽക്കുൽ സട്കർ ബീർ ബഹുഡിയാം ഖോജത്തെ ഥേ. വേ ഏക് ദൂസരേക്ക്. അവർ ഒരാൾ മറ്റൊരാളിനോട് ബഹുത്ത് നസ്തീഹ് രഹ്കർ വളരെ അടുത്തിരുന്നു കൊണ്ട്, ബൽക്കി കഹിനാ ചാഹി അവർക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ബിൽക്കുൽ സട്കർ ബീർ ബഹുഡിയാം ഖോജത്തെ ഹേ. പക്ഷേ അവർ ബീർ ബഹുഡിയെ തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഉനേം ദേഖിനെ കെ ലിയേ വേ ബാരിഷ് കി ഗന്ധ് ഫരി ഫുരി സെമീൻ പർ ബൈഠ് ജായാ കർത്തേ ഹേ. അവർ ബീർ ബഹുഡിയെ കാണുന്നതിനു വേണ്ടി, നോക്കുന്നതിനു വേണ്ടി മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന ആ മണ്ണിലേക്ക് ഇരുന്ന് അവയെ നോക്കി എടുക്കുകയാണ്. ബേല ദേഖോ ഈസ് ബീർ ബഹുഡി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹേ. ബേല നോക്കിക്കേ, ഈ ബീർ ബഹുഡിയുടെ നിറം നിന്റെ റിബണിനെ പോലെ തന്നെ ചുവന്നിരിക്കുന്നു. സാഹിൽ നെ കഹ. സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുന ബേല. നീ എന്തെങ്കിലും കേട്ടോ ബേല? ഹാം സുന. ആ കേട്ടു. പഹലി ഘടി ലഗ് ഗയി. ഫസ്റ്റ് ബെൽ അടിക്കുന്നത് കേട്ടു.
ലേക്കിൻ മുझे പൈൻ മേം സ്യാഹി ഭി ഭർവാനി ഹേ ദുക്കാൻ മേം. എന്നാൽ എനിക്ക് കടയിൽ നിന്ന് പേനയിൽ മഷി നിറയ്ക്കാനായി പോകണം. 1981 का साल 1981 കാലഘട്ടം. രാജസ്ഥാൻ में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से भरा ഫുലേര ജംഗ്ഷൻ. രാജസ്ഥാനിൽ ജയ്പൂരിന് സമീപം എല്ലായ്പ്പോഴും യാത്രാവണ്ടികളാലും ചരക്ക് വണ്ടികളാലും നിറഞ്ഞിരിക്കുന്ന ഫുലേര ജംഗ്ഷൻ. കസ്ബെ കി ലഗ്ഭഗ് സൂംഗി തങ് ഗലിയാം. ആ ചെറുനഗരത്തിലെ ഏകദേശം ശൂന്യമായ ഇടുങ്ങിയ തെരുവുകൾ. ഗലിയോമേം ഖാമേശ് ഖടേ ബിജലി കെ ഖംബെ. തെരുവുകളിൽ നിശബ്ദരായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. ഖംബെ കെ ബീച്ച് ഖീച്ചി താരോങ്കി കതാരെ. പോസ്റ്റുകൾക്കിടയിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന കമ്പികൾ. ഇൻ ഗലിയോമേം ജഹാം തഹാം ദിഖായി പഡ്തെ മീട്ടി ഖടിയാം ബജാത്തെ ഭേരി വാലെ. ഈ തെരുവിൽ അവിടവിടെയായി മധുരകരമായ മണികൾ മുഴക്കി നടക്കുന്ന കച്ചവടക്കാരെ കാണാം. एक अंधेरे सी गली में 4 साल गधों की घूरों की टोपे की आवाज़ से. ആ ഗ്രാമത്തിൽ ഈ തെരുവിൽ മുഴുവൻ കച്ചവടക്കാരുടെ ശബ്ദം നമുക്ക് തുടർച്ചയായി കേൾക്കാൻ കഴിയും. एक अंधेरी सी गली में 4 साल गधों की घूरों की ढागे की आवाज़ से. അതിനടുത്തായി കഴുതകളുടെ കുളമ്പടി ശബ്ദവും നമുക്ക് കേൾക്കാം. ഉൻകെ പീछे ചൽത്താ ഏക് ബധൻ ഉഘാഡെ ഖുംഹാർ. അതിനു പുറകിലായി അർദ്ധനഗ്നനായി നടന്നു വരുന്ന ഒരു കുംഹാർ. കുംഹാർ എന്നാൽ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നയാൾ എന്നർത്ഥം. ഇസി ദൃശ്യക്കെ ബീച്ച് സേ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ചെ. ഈ ദൃശ്യങ്ങൾക്കൊക്കെ പുറകിലായി തിരക്കിലൂടെ നടന്നു പോകുന്ന 2 സ്കൂൾ കുട്ടികൾ. ബേല ഔർ സാഹിൽ. ബേലയും സാഹിലും. ഉൻ ദിനോ പൈൻമേം 5 പൈസേ മേം നീലി ശാഖി ഭരി ജാതി ഹെ. അന്ന് പേനയിൽ 5 പൈസയ്ക്ക് മഷി നിറയ്ക്കാൻ കഴിയും. അതിനുവേണ്ടി അവർ പോവുകയാണ്. स्टेशनरी की दुकान वाले ഡ്രോപ്പർ സേ പൈൻ മേ സ്യാഹി ഫർത്തെ ഹെ. സ്റ്റേഷനറി കടയിലെ കടക്കാരൻ ഡ്രോപ്പർ കൊണ്ട് പേനയിലേക്ക് മഷി നിറച്ചു കൊടുക്കും. പൈൻമേം കുച്ച് സ്യാഹി ബജീതി. പേനയിൽ കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു. ഉസേ സാഹിലിനെ സെമീൻ ബർ ഛിടക് ദിയ. അത് സാഹിൽ തറയിലേക്ക് ഒഴിച്ചു കളഞ്ഞു. നയി സ്യാഹി ഭർവാനെ കേലിയെ ദോനോം ദൂക്കാൻ പർ പहुंचे. പുതിയ മഷി നിറയ്ക്കാനായി 2 പേരും കടയിലേക്ക് പോയി. ഏക് പൈൻ ഷാഹി ഫർദോ. ഒരു പേന മഷി തരൂ. സാഹിൽ സേ പഹലെ ഹി ബേലാനെ ദൂക്കാൻ സേ കഹ. സാഹിലിനേക്കാൾ മുൻപേ ബേല കടക്കാരനോട് പറഞ്ഞു. ബേട്ട സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹെ. മോനെ, മഷിയുടെ പാത്രം ഇപ്പോൾ കാലിയായതേയുള്ളൂ. അബ് തോ കൽ ഹി റിസ്ത് ജായേഗി. നാളെ അത് തീർച്ചയായും കൊണ്ടുവരും. ലേക്കിൻ ഇസ്നെ തോ പൈൻമേൻ ജോ സ്യാഹി ഥി ഉസേ ഫി സെമീൻ ബർ ഝിടക് ദിയ. എന്നാൽ ഇതിൽ പേനയിൽ ബാക്കിയുണ്ടായിരുന്ന മഷി ഇവൻ തറയിലേക്ക് കളയുകയും ചെയ്തു. ബേല പറഞ്ഞു. ബാദൽ കോ ദേഖ് കർ കടേ കോ നഹീൻ ദുലാനാ ചാഹിയേ. മേഘങ്ങളെ കണ്ടുകൊണ്ട് കുടത്തിലെ വെള്ളം കമഴ്ത്തിക്കളയരുത്. ദുഖാൻ വാലെ ഭയ്യാനി കഹ. ആ കടക്കാരൻ പറഞ്ഞു. ഔർ പൂച്ച. എന്നിട്ട് ചോദിച്ചു. കോൻ സി മേം പഠ്തേ ഹോ. ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്? 5വീं में. 5ാം ക്ലാസ്സിൽ. സാഹിലിനെ ഐസെ ബുരേ മനസെ ബദായ ജൈസെ 5വീं में പഠ്നാ പാപ് ഹോ. സാഹിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു കൊടും പാപമാണ് എന്ന മട്ടിലാണ് സംസാരിച്ചത്. ദോനോ. 2 പേരും. ദൂക്കാൻ വാല ഭയ്യാനെ കഹ. കടക്കാരൻ സഹോദരൻ ചോദിച്ചു. 2 പേരും എന്ന്. ഹാം ദോനോ. അതെ, 2 പേരും. ഔർ ഹം ദോനോം കാ സെക്ഷൻ ഫി ഏക് ഹി ഹേ.
അതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഒരേ സെക്ഷനിലാണ് പഠിക്കുന്നത്, എ ഡിവിഷനിൽ. ബേലാനെ ഐസെ ഖുഷ് ഹോക്കർ ബതായ ജൈസെ എഹ് കോയി ബഹുത്ത് ബഡി ബാത്ത് ഹോ. ബേല വളരെ സന്തോഷത്തോടെയാണ് അത് പറഞ്ഞത്. ഇതേതോ ഒരു വലിയ സന്തോഷമുള്ള വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞു. ക്ലാസ് മേം ദോനോ പാസ് പാസ് ബൈഠേ ഥേ. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കോപ്പി മേം കാം കർത്തേ തോ ദോനോ കോപ്പി മേം കാം കർത്തേ ഹേ. കോപ്പി എഴുതുന്ന സമയത്ത് രണ്ടുപേരും ഒരുപോലെ കോപ്പി എഴുതുന്നു. കിതാബ് പഠ്തേ തോ ദോനോ കിതാബ് പഠ്തേ ഹേ. പുസ്തകം വായിക്കുന്ന സമയത്ത് രണ്ടുപേരും പുസ്തകം വായിക്കുന്നു. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠ്തേ ഹേ. രണ്ടുപേരും ഒരുപോലെ പാഠം പഠിക്കുന്നു. സാഹിൽ ചമക് ഉടി സൻ സതാവൻ മേം വഹ് തൽവാർ പുരാനി ഹേ. സാഹിൽ ചമക് ഉടി സൻ സതാവൻ മേം വഹ് തൽവാർ പുരാനി ഹി. സാഹിൽ തിളങ്ങുന്ന ആ 57 വാൾ പഴയതായിരുന്നു. പഠാത്തോ ബേലാഫി ചമക്കുടി സൻ സദാവന്മേം വഹു തൽവാർ പുരാനി ഹേ. ഇങ്ങനെ സാഹിൽ വായിച്ചപ്പോൾ തന്നെ ബേലയും ചമക്കുടി സൻ സദാവന്മേം 57 ആ തിളങ്ങുന്ന വാൾ വഹു തൽവാർ പുരാനി ഹേ, ആ വാൾ പഴയതായിരുന്നു എന്ന് അവളും ഒപ്പം വായിച്ചു. ബേല കഹത്തി. ബേല ചോദിച്ചു, ബെഹൻജി പാനി പീനെ ചലി ജാവും. സഹോദരി വെള്ളം കുടിക്കാൻ പോകാം. സാഹിൽ ഫി ഹഗ്ന. സാഹിലും അതുപോലെ പറഞ്ഞു, ബെഹൻജി പാനി പീനെ ചല ജാവും. ഗണിത് കെ മാഡ് സാബ് സുരേന്ദർ ജി കാ പീരീഡ് ഖേൽ ഖടി കെ ബാദ് ആതാ ഥാ. ഗണിതാധ്യാപകനായ സുരേന്ദർ ജിയുടെ പീരീഡ് സ്പോർട്സ് പീരീഡിന് ശേഷമായിരുന്നു. ബच्चे उनसे भावते थे और खेल खड़ी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते हैं. കുട്ടികൾക്കെല്ലാം അദ്ദേഹത്തെ ഭയമായിരുന്നതുകൊണ്ട് ഖേൽ ഖടി ബന്ദ് ഹോനെക്കോ 2 മിനിറ്റ് പഹലെ, സ്പോർട്സ് പീരീഡ് കഴിയുന്നതിന് 2 നിമിഷം മുമ്പ് തന്നെ അപ്പനി അപ്പനി ജഹോംബറാക്കർ ബൈറ്റ് ജാത്തെ ഥേ, അവരവരുടെ സീറ്റുകളിലേക്ക് വന്ന് ഇരിക്കുമായിരുന്നു. സുരേന്ദർ ജി മാഡ് സാബ് ഇസ് പീരീഡ് മേ കോപ്പി ജാഞ്ചത്തെ ഹേ. സുരേന്ദർ ജി ഈ പീരീഡിലാണ് കുട്ടികളുടെ കോപ്പി എഴുത്ത് പരിശോധിക്കുന്നത്. സെരാഭി ഗലത്തി പർ ബച്ചോങ്കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തെ ഥേ. ഏതെങ്കിലും കുട്ടി തെറ്റായി കോപ്പി എഴുതിയാൽ അദ്ദേഹം ആ കുട്ടിയെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളുകയോ ജാപ്പഡ് മാർനെ ലഗത്തെ ഹേ, ശക്തമായി അടിക്കുകയോ ചെയ്യുമായിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുഖിന ഭൂൽ ജാത്താ ഹെ. അദ്ദേഹത്തിൻ്റെ കൈ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തുന്ന കാര്യം മറന്നേ പോകുമായിരുന്നു. ഏക് ദിൻ സുരേന്ദർ ജി മാഡ് സാബിനെ ബേല കെ ബാലോമേ പഞ്ചാബ് ഫസായ. ഒരു ദിവസം സുരേന്ദർ ജി ബേലയുടെ തലമുടിയിൽ കടന്നു പിടിച്ചു. പർ ഷായദ് ജിസ് ഗലത്തി കോ പാക്കർ വേ ഉസ്കെ ബാൽ പകഡ്കർ ഫേങ്കിനെ വാലാ ഥാ. ഒരുപക്ഷെ എന്ത് തെറ്റ് കണ്ടിട്ടാണോ അദ്ദേഹം അവളെ മുടിക്ക് പിടിച്ചെറിയാൻ തുടങ്ങിയത്, അത് ശരിക്കും തെറ്റല്ലായിരുന്നു താനും. ഉനോനെ ബേലാക്കോ ഛോഡ് ദിയ. അദ്ദേഹം ബേലയെ പിടിച്ച് തള്ളി. ബേലാക്കെ ഭയഭീത് ചെഹ്രേക്കോ ദേഖ്കർ സാഹിൽ ബുരീ തരഹ് ഡർ ഗയ. ബേലയുടെ ഭയം നിറഞ്ഞ മുഖത്തേക്ക് നോക്കിയപ്പോൾ സാഹിലും ബുരീ തരഹ് ഡർ ഹോ ഗയ. സാഹിലും യഥാർത്ഥത്തിൽ വളരെയധികം ഭയന്നുപോയി. ഉസ്നെ ദേഖാ കി ബേല കെ പാവ് അഭി ഭി കാംബ് രഹേ ഥേ. അവൻ നോക്കിയപ്പോൾ ബേലയുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഉസ്നെ ദേഖാ കി ബേല കെ പാവ് അഭി ഭി കാംബ് രഹേ ഥേ ജൈസേ വഹ് ഖടേ ഖടേ അഭി ഗിർ ജായേഗെ. അവൾ ഇപ്പോൾ വിറച്ച് വിറച്ച് താഴെ വീണുപോകുമെന്ന് തോന്നി. സുരേന്ദർ ജി മാഡ് സാബിനെ കോപ്പി കോ ഉസേ ബൈഠനെ കെ ജഹ് പർ ഫേങ്ക്തേ ഹുയേ കഹാ. സുരേന്ദർ ജി അവളുടെ കോപ്പി ബുക്ക് അവളുടെ സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ബൈറ്റ് അപ്പനി ജഹ് പർ, നീ നിന്റെ സ്ഥലത്ത് പോയിരിക്കൂ എന്ന് ആക്രോശിച്ചു. ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു.
माज साहब चाहे मुझे पीड़ लेते मगर സാഹിൽ के सामने नहीं. മാത്സ് അധ്യാപകൻ തന്നെ തല്ലിയാലും അത് സാഹിലിൻ്റെ മുന്നിൽ വെച്ചാകരുത്. വഹ് സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിത് മഹസൂസ് കർ രഹി ഥി. അവൾ സാഹിലിൻ്റെ മുന്നിൽ സ്വയം ലജ്ജ അനുഭവിച്ച് ഇരുന്നു. ക്യോംകി വഹ് ജാൻതി ഥി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി ഹെ. എന്തുകൊണ്ടെന്നാൽ സാഹിലിൻ്റെ കണ്ണിൽ താൻ നല്ലൊരു കുട്ടിയാണെന്ന് അവൾക്കറിയാമായിരുന്നു. സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി ഹെ. വഹ് ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിൽ പായി. അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാനേ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഛുട്ടിയോങ്കെ ബാദ് ജബ് സ്കൂൾ ഖുലാ തോ ബേല കെ സിർ പർ സഫേദ് പട്ടി ബന്ദി ഥി. ദീപാവലിയുടെ അവധിക്കു ശേഷം സ്കൂളിൽ വന്നപ്പോൾ ബേലയുടെ തലയിൽ വെള്ള നിറത്തിലുള്ള ബാൻഡേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു. കോയി ഉസേ ഹോയ് 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 സഫേദ് പട്ടി കഹ് രഹാ ഥ. ആരോ അവളോട് ഹോയ് 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 വെളുത്ത ബാൻഡേജ് എന്ന് പറഞ്ഞപ്പോൾ കോയി ഫി സുൽത്താന ടാക്കു തോ കോയി കുച്ച് ഔർ കഹ്കർ ചിഠാ രഹാ ഥ. സുൽത്താന ടാക്കു കൊള്ളക്കാരി സുൽത്താനെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചിലർ അവളെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടേയിരുന്നു. യേ ക്യോം ഹോ ഗയാ ബേല. സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയെ പൂച്ച. ഇതെന്തു പറ്റി ബേല? പരിഭ്രമത്തോടെ സാഹിൽ വന്ന് ചോദിച്ചു. ഛത്ത് സേ ഗിർ ഗയി. തട്ടിൻപുറത്തു നിന്നും വീണു. ബേലാനെ ഹംസത്തെ ഹുയെ കഹ. ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഔർ കഹ എന്നിട്ട് പറഞ്ഞു. ബഹുത്ത് ദിൻ ഹോ ഗയ. കുറച്ച് ദിവസങ്ങളായി. ആജ് ഖേൽ ഖടി മേം ഗാന്ധി ചൗക്ക് മേം ലഗഡി ഠാങ് ഖേലേങ്കെ. ഞാൻ സ്പോർട്സ് പീരീഡിൽ ഇന്ന് നമുക്ക് ഗാന്ധി ചൗക്കിൽ ചക്ക കളിക്കാം. നഹീം ലഗേഗി. വേണ്ട, കളിക്കണ്ട. തോ സിർമേം ഫിർസെ ലഗ് ജായേഗി തോ. നിന്റെ തലയിൽ വീണ്ടും പരിക്കേറ്റാലോ. നഹി ലഗേഗി. ഇല്ല, പറ്റില്ല. ബേലാനെ ജിദ് കി. ബേല വാശി പിടിച്ചു. ഔർ വേ ഹമേശാ കി തരഹ് സാരെ ബച്ചോങ്കെ സാത്ത് ഗാന്ധി ചൗക്ക് കി ബാലു മേ പൂരി ഖേൽ ഖടി ലഗഡി ഢാങ് ഖേലെ. അവൾ ഹമേശാ ഹി സാരെ ബച്ചോങ്കെ സാത്ത്. പിന്നീട് അവൾ എന്നത്തെയും പോലെ സ്പോർട്സ് പീരീഡിൽ മറ്റു മുഴുവൻ കുട്ടികളുടെയും കൂടെ ഗാന്ധി ചൗക്കിലെ ആ തണലിൽ ചക്ക കളിച്ച് കൊണ്ടേയിരുന്നു. ഇൻ ബച്ചോങ്കോ അപ്പനെ ചാരോ മോർ ഖേൽത്തെ ദേഖ്കർ. ഈ കുട്ടികൾ തൻ്റെ ചുറ്റും ഓടിക്കളിക്കുന്നത് കണ്ട് ഗാന്ധിജി കി മൂർത്തി ഐസേ ദിഖായി പട്ടി ജൈസേ. ഗാന്ധിജി പ്രതിമ അന്ന് വരെ കണ്ടതിനേക്കാൾ കൂടുതൽ ഔസ് സമയസേ കുച്ച് അധികം മുസ്കുരാ രഹത്തി ഹെ. കുറച്ചധികം കൂടുതൽ പുഞ്ചിരിക്കുന്നതായി തോന്നി. രവിവാർ കാ ദിൻ ഥ. ഞായറാഴ്ച ദിവസം. സാഹിൽ അപ്പനെ ഘർ മേം നീം കെ പേട് കി ഢാലി പഹഡ് കർ ഝൂം രഹാ ഥ. സാഹിൽ തൻ്റെ വീട്ടിൽ വേപ്പുമരത്തിൻ്റെ കൊമ്പിൽ പിടിച്ച് ആടുകയായിരുന്നു. വഹേക്ക് സ്റ്റൂൾ പർ ഛട്കർ ജൂൽത്താ ഥ. അവനൊരു സ്റ്റൂളിൽ കയറി നിന്നാണ് ആടിക്കൊണ്ടിരുന്നത്. അചാനക് ടൂട്ടേ സ്റ്റൂൾ കി ഏക് കീലെ സാഹിൽ കി പിഠലി മേം ലഗ് ഗയി. പെട്ടെന്ന് തന്നെ പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരാണി അവൻ്റെ കാലിൽ തറച്ചു കയറി. ഏക് ഇഞ്ച് ഗഹര ഗഡ്ഢ ഹോ ഗയ. 1 ഇഞ്ചോളം ആഴമുള്ള മുറിവ് ഉണ്ടായി.